നമസ്കാരം. ചതയം നക്ഷത്രക്കാരുടെ വിഷുഫലം. ചതയം നക്ഷത്രക്കാർ ഈ ഒരു വർഷകാലഘട്ടത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ നിങ്ങളുടെ മടിയും അലസതയും മൂലം നിങ്ങൾ ജീവിതത്തിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും പരാജയങ്ങളും അനുഭവിക്കേണ്ടി വരും. ഈ നക്ഷത്രക്കാർ നിങ്ങൾ ഭയപ്പെടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ഭയന്നോടേണ്ടി വരും. എന്നാൽ നിങ്ങൾ ആത്മാർത്ഥപരമായി നിങ്ങളൊരു കാര്യത്തിൽ വിജയിക്കും എന്ന് കരുതി മുന്നോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളിൽ നിന്നും മാറി നിങ്ങളുടെ പുറകിൽ വന്നു നിൽക്കുന്ന ഒരു അനുഭവം തന്നെ ഉണ്ടാകും. തോൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും തോൽവി നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ആത്മാർത്ഥമായി ഉയർത്തെഴുന്നേൽക്കൂ. നിങ്ങളുടെ മടിയും അലസതയും എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ വളരെ സ്മാർട്ടായി ഒരു കാര്യത്തിന് നേടണം, അല്ലെങ്കിൽ അവിടെ വിജയിക്കണം എന്ന് കരുതി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. കൂടെ നിൽക്കുന്നവർ അതിശയത്തോടു കൂടി നോക്കുന്ന രീതിയിൽ, അവരുടെ ചിമ്മുന്ന രീതിയിൽ ജീവിതം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷക്കാലഘട്ടം തന്നെയാണ് ചതയം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികപരമായി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ നടന്നു പോവുക തന്നെ ചെയ്യും. എന്നിരുന്നാലും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരിക്കുവാൻ സാധിക്കും. ജോലിയിൽ നേട്ടമുണ്ടാകും. ജോലി സംബന്ധമായി നിങ്ങൾ ജോലിയില്ലാതെ, നിത്യവും ജോലിയില്ലാതെ നടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോലി ഉണ്ടാകും, നിങ്ങൾക്ക് വരുമാനമുണ്ടാകും. ഇത് നമ്മുടെ സമ്പാദ്യം സേവ് ചെയ്യുവാൻ സാധിക്കും. നല്ല രീതിയിൽ ജീവിതം സാമ്പത്തികമെല്ലാം വളർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു വർഷകാലഘട്ടത്തിൽ നിങ്ങൾ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ അമ്പലത്തിൽ പോവുക, എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇത്രയും പരിഹാരങ്ങളും ചെയ്ത് നിങ്ങൾ നല്ല സ്മാർട്ടായിട്ട് എല്ലാ കാര്യവും ചെയ്ത് മുന്നേറുമ്പോൾ നിങ്ങൾക്ക് ഗുണപരമായ അനുഭവങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിലെ ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിനും കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.